ദൈവത്തിന് സ്തോത്രം. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. നാം ദൈവരാജ്യത്തെക്കുറിച്ചും സാത്താന്റെ രാജ്യത്തെക്കുറിച്ചും പല കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. വീണ്ടും ഒന്നുകൂടി അവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, അഥവാ ദൈവരാജ്യത്തിന്റെ ഭരണം ദൈവത്താൽ നടത്തപ്പെടുമ്പോൾ സാത്താന്റെ രാജ്യത്തിന്റെ ഭരണം അവനാൽ ആണല്ലോ നടത്തപ്പെടുന്നത്. ഇവിടെ അത് ദൈവരാജ്യത്തിൽ ദൈവാധിപത്യപരമായിരിക്കും എന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 15:58 ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും എന്ന് അവിടെ പറയുകയാണ്. അപ്പോൾ ദൈവമായിരിക്കും സകലത്തിലും സകലവും ദൈവാധിപത്യ ഭരണത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 95-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തില് യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ എന്നാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ദാനിയേൽ പ്രവചനം 4:17 നെബൂഖദ്നേസർ വളരെ അഹങ്കരിച്ചതായ സന്ദർഭത്തില് നെബൂഖദ്നേസറിനോട് പറയുന്ന ചില പ്രവചന ഭാഗങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴും എന്ന് പറയുന്നതെല്ലാം അവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ സാത്താന്റെ രാജ്യത്തിന്റെ ഭരണം അത് ഈ യുഗത്തിന്റെ ദൈവമായ സാത്താനാൽ തന്നെ ഭരിക്കപ്പെടുകയാണ് എന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 14:30 ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല എന്ന് ക്രിസ്തു തന്നെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ അവനെ കുറിച്ച് പറയുന്നത് ലോകത്തിന്റെ പ്രഭു. അങ്ങനെയെങ്കിൽ അവനൊരു രാജ്യമുണ്ട്, അവനൊരു ഭരണകർത്താവാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും അവിടെ പറയുന്നത് നാം ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ആശ്വാസത്തിന്റെ ഒരു വാഗ്ദാനമായിട്ടാണ് കർത്താവ് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ഈ ലോകത്തിൽ സാത്താൻ ഭരിക്കുമ്പോൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിലൂടെ ശാശ്വതമായ സമാധാനം അവിടുന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വീണ്ടും ക്രിസ്തു അരുളി ചെയ്തത്, ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ഈ ലോകത്തിൽ നിന്ന് അഥവാ സ്വർഗാരോഹണം ചെയ്ത് താൻ കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നത്. യോഹന്നാന്റെ സുവിശേഷം 12:31 ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും എന്ന് അവിടെയും പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും. ഇതെല്ലാം നാം ചേർത്ത് പഠിക്കുമ്പോൾ ഇന്ന് അവന്റെ ഭരണം ഈ ലോകത്തിൽ നടത്തുന്നുണ്ട്. അവന്റെ കീഴിലാണ് ഈ ലോകം മുൻപോട്ട് പോകുന്നത്. എന്നാൽ ക്രൂശ് മുഖാന്തരവും ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുഖാന്തരവും സാത്താന്റെയും അവന്റെ സകല തന്ത്രങ്ങളുടെയും മേല് നമുക്ക് വിജയം വരിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിന്റെ അഥവാ ദൈവത്തിന്റെ ആ രാജ്യത്തിൽ ദൈവം പുത്രൻ മുഖാന്തരം ഭരിക്കുന്നു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 28:18 മുതൽ ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഇപ്രകാരമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നരുളി ചെയ്തുകൊണ്ടാണ് കർത്താവ് കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നത്. ആ അധികാരം ഇന്ന് ദൈവം സഭയ്ക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട് കടന്നുപോയിരിക്കുകയാണ്. അപ്പോൾ തന്നെ സാത്താന്റെ രാജ്യത്തിൽ അവന്റെ ഭരണം നടത്തുന്നത് വാഴ്ചകൾ
അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ എന്നിവകളിൽ കൂടിയാണ് അവനവന്റെ ഭരണം നടത്തുന്നത് എന്നും നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. എഫെസ്യ ലേഖനം 1:21 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്നവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ഇന്ന് സകല അധികാരവും അതേ ദൈവത്തിലൂടെ തന്റെ സഭയ്ക്ക് ദൈവം നൽകി തന്നുകൊണ്ട്, അഥവാ പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ നമ്മെയും വീണ്ടെടുത്ത് ശത്രുവിന്റെ മേൽ അധികാരം നൽകി തന്ന് നിർത്തിയിരിക്കുകയാണ് ഈ ലോകത്തിൽ എന്നുള്ളത് നാം മറന്നു പോകരുത്. അപ്പോൾ ഓർക്കുക, ഒന്ന് ദൈവത്തിന്റെ രാജ്യം, എന്നാൽ അതിനെതിരായിട്ട് ദുഷ്ടന്റെ അവന്റെ രാജ്യവും അവന്റെ പ്രവൃത്തികളും നിറഞ്ഞതായ ഈ ലോകത്തിൽ ദൈവത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ട്, ക്രിസ്തുവിന്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് ഇടയായി തീരട്ടെ. ദൈവത്തിൻ കരത്തിൽ പിന്നെയും ഏൽപ്പിക്കാം.